വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സുസ്മിതയും രാജേശ്വരിയും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ്. ചേച്ചിയാണ് ഈ കല്യാണം മുടക്കേണ്ടത് എന്ന് പറഞ്ഞ് തൻ്റെ പദ്ധതി രാജേശ്വരിയോട് പറയുന്നു സുസ്മിത. കാര്യങ്ങൾ പറഞ്ഞ ശേഷം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, ഇത് നമ്മൾ പൊളിക്കും. ബാലചന്ദ്രനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കാലുമാറിയ ശാലിനിയോടുള്ള കടം ചേച്ചിക്ക് വീട്ടണ്ടേന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ഉറപ്പായും എന്ന് പറയുന്നു രാജേശ്വരി. എൻ്റെ വിഷ്ണുവേട്ടനെ തട്ടിയെടുത്തതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് കൂടി ഞങ്ങൾക്കിടയിൽ ബാക്കി കിടപ്പുണ്ടെന്ന് സുസ്മിത പറയുന്നു. അതിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റായിട്ടാണ് ഈ കല്യാണം മുടക്കൽ എന്ന് സുസ്മിത പറയുന്നു. ശരി മോളെ, എങ്കിൽ ഞാൻ ഫോൺ വയ്ക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് രാജേശ്വരി. ഫോൺ വെച്ച ശേഷം സുസ്മിത പറയുകയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാം കൂടി താങ്ങത്തില്ല ശാലിനി നീ. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ ശാലിനിയുടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് വാതിലിലേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു. ഇതെവിടെ പോയി, വരുന്നില്ലല്ലോ, ചൂട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിഷ്ണു. തുടർന്ന് ശാലിനി വരുന്നുണ്ടോയെന്ന് വാതിൽക്കൽ പോയി നോക്കുമ്പോൾ ശാലിനി അവിടേക്ക് വരികയാണ്. അയ്യോ ദേ വരുന്നു എന്നും പറഞ്ഞ് പെട്ടെന്ന് കട്ടിൽ പോയി ഇരിക്കുകയാണ് വിഷ്ണു. വെള്ളവുമായി ശാലിനി വരുമ്പോൾ ഒന്നും അറിയാത്ത പോലെ കട്ടിലിരുന്ന് ചിരിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ ആ ഇരിപ്പ് കണ്ട് ശാലിനി പറയുകയാണ്, ഭയങ്കരമായിട്ട് ക്ഷമ കെട്ടതുപോലെ ഉണ്ടല്ലോ. ഏയ് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അങ്ങനെ ആരും പറഞ്ഞതൊന്നുമല്ല, മുഖം കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് ശാലിനി ചോദിക്കുകയാണ്, അതെ എന്താ പരിപാടി? വിഷ്ണു പറയുകയാണ്, എന്ത് പരിപാടി, കിടക്കണം. അന്നേരം ശാലിനി പറയുകയാണ്, എങ്കിൽ കിടന്നോ. അന്നേരം സന്തോഷത്തോടു കൂടി കട്ടിലിൽ കിടക്കാനായിട്ട് വിഷ്ണു പോകുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ അവിടെയല്ല, താഴെ കിടക്കണം. വീട് മാറി എന്ന് കരുതി പതിവിനൊന്നും ഒരു മാറ്റവും വരുത്തണ്ട. തുടർന്ന് വിഷ്ണു കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ചുവരിൽ ഇരിക്കുന്ന പല്ലിയെ കാണുകയാണ്. പോയെന്ന് വിഷ്ണു പറയുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ശാലിനി ചോദിക്കുകയാണ്, ഞാൻ എവിടേക്ക് പോവാനാണ്, ഞാൻ ഇവിടെ തന്നെയാണ് കിടക്കാൻ പോകുന്നത്. അന്നേരം നിന്നെയല്ല, ദേ അതിനെയൊന്നും പറഞ്ഞ് പല്ലിയെ ചൂണ്ടി കാണിക്കുന്നു വിഷ്ണു. അന്നേരം കളിയാക്കി ശാലിനി പറയുകയാണ്, അത് പല്ലിയല്ലേ, ദിനോസറൊന്നും അല്ലല്ലോ. ഒന്ന് പേടിച്ച് വിഷ്ണു പറയുകയാണ്, അതെ പല്ലി എനിക്ക് പേടിയാണ്, ദിനോസറിനെയൊന്നും എനിക്ക് ഒരു പേടിയുമില്ല എന്നും പറഞ്ഞ് പല്ലിയെ വീണ്ടും അടിച്ചു കളയാൻ ശ്രമിക്കുകയാണ് വിഷ്ണു. ശാലിനി ചോദിക്കുകയാണ്, അതെനിക്ക് മനസ്സിലായില്ലല്ലോ. അന്നേരം വിഷ്ണു പറയുന്നു, ഇല്ലാത്ത ദിനോസറിനെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? അതെ പല്ലിയാണെങ്കിൽ കടിക്കും, എനിക്ക് പേടിയാണെന്ന് വീണ്ടും വിഷ്ണു പറയുന്നു. ചിരിച്ച് ശാലിനി പറയുകയാണ്, അതെ പല്ലി കടിച്ച് ആരും മരിച്ചതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. പരിഹസിച്ച് ശാലിനി ചോദിക്കുകയാണ്, ഇയാളെന്താ എന്നെ കളിയാക്കുവാണോ? മനുഷ്യനെ വെട്ടാനും കുത്താനുമൊന്നും യാതൊരു പേടിയുമില്ല, ഒരു പല്ലിയാണെങ്കിലോ ഭയങ്കര പേടിയും. കൊള്ളാം, നല്ല വിരോധാഭാസം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വീണ്ടും കളിയാക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറയുകയാണ്, പക്ഷേ എനിക്ക് ഈ ജന്തുവിനെ ഭയങ്കര പേടിയാണ്. അതേസമയം പല്ലി ചുവരിൽ നിന്നും അനങ്ങുമ്പോൾ അയ്യോ പല്ലിയെന്നും പറഞ്ഞ് ശാലിനിയെ പോയി പിടിക്കുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിനെ കട്ടിലേക്ക് തള്ളിയിട്ടിട്ട് ശാലിനി പറയുകയാണ്, അതിന് ചിറകൊന്നുമില്ല ഇയാളെ വന്ന് പിടിക്കാനായിട്ട്. സമാധാനമായിട്ട് ഒന്ന് കിടക്കാൻ നോക്കുന്ന ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, എൻ്റെ ശാലിനി, ഞാൻ നിലത്തെങ്ങാനും കിടക്കുമ്പോൾ അത് എൻ്റെ ദേഹത്തേക്കെങ്ങാനും വന്ന് വീണാലോ? അതിനിപ്പോൾ ഞാൻ എന്തു വേണമെന്നാണെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതെ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഈ ബെഡിൽ ഒന്ന് കിടന്നോട്ടെ. ഒന്ന് ആലോചിച്ചിട്ട് ശാലിനി പറയുകയാണ്, ശരി എങ്കിൽ ഒരു ദിവസത്തേക്ക് കിടന്നോ. അന്നേരം സന്തോഷത്തോടു കൂടി വിഷ്ണു ചാടി എഴുന്നേൽക്കുമ്പോൾ ശാലിനിയെ മുട്ടുകയാണ്. ഇയാൾ എന്തായി കാണിക്കുന്നതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു ജന്നലടച്ചിട്ട് പറയുകയാണ്, അതെ ഞാൻ ഈ ജന്നൽ അടയ്ക്കാനായിട്ട് വന്നതാണ്, ഇനി വല്ല പട്ടിയോ പൂച്ചയോ വന്ന് കയറിയാലോ. വിഷ്ണു ജന്നലടയ്ക്കുമ്പോഴേക്കും ശാലിനി കട്ടിൽ ഒരറ്റത്തേക്ക് കിടക്കുകയാണ്. വിഷ്ണു നിന്ന് ചുമയ്ക്കുന്നതൊക്കെ കണ്ട് എന്താന്ന് ശാലിനി ചോദിക്കുന്നു. എങ്കിലേ ഞാനും കിടന്നോട്ടെ എന്ന് വിഷ്ണു ചോദിക്കുന്നു. ഓ എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ് ശാലിനി. പെട്ടെന്ന് സന്തോഷത്തോടു കൂടി ശാലിനിയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നിട്ട് വിഷ്ണു തൊഴുകയാണ്, എൻ്റെ ദേവി പല്ലി വരാതെ കാത്തോളണേ. അന്നേരം ശാലിനി എഴുന്നേറ്റ് പറയുകയാണ്, അതെ ഡിസ്റ്റൻസ് വേണം, അങ്ങോട്ട് കിടന്നേ, സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, സോഷ്യൽ ഡിസ്റ്റൻസ് ഇപ്പോൾ എന്തിനാ, കൊറോണയൊക്കെ തീർന്നില്ലേ? വിഷ്ണു ചേർന്ന് തന്നെ കിടക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഇയാളോട് മര്യാദയ്ക്ക് മാറിക്കിടക്കാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ പല്ലിയേക്കാൾ നീളമുള്ള എന്ന് പറഞ്ഞ് നഖം കാണിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു അപ്പുറത്തെ സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുകയാണ്. ശാലിനി നോക്കുമ്പോൾ വിഷ്ണു നീങ്ങിയിട്ടില്ല, ചരിഞ്ഞാണ് കിടക്കുന്നത്. ശാലിനി പറയുകയാണ്, അതെ അങ്ങോട്ട് നീങ്ങി കിടക്കാനാണ് പറഞ്ഞത്. അല്ലെങ്കിലേ ബെഡിൽ നിന്നും ഞാൻ ഇറക്കി വിടും. എന്നിട്ട് കുറേ പല്ലിയെ പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ ദേഹത്തേക്ക് ഇട്ടു തരും.
വേണ്ട, ഞാൻ കിടന്നോളാമെന്നും പറഞ്ഞ് അല്പം അങ്ങോട്ട് നീങ്ങിയിട്ട് വിഷ്ണു പറയുകയാണ്, പിന്നെ പല്ലി അവളുടെ കുഞ്ഞമ്മയുടെ മോളല്ലേ, അവൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് വരാനായിട്ട്. വീണ്ടും ശാലിനി പറയുകയാണ്, കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയേ. കുറച്ചും കൂടി നീങ്ങാൻ ശാലിനി പറയുമ്പോൾ പെട്ടെന്ന് നീങ്ങുകയാണ് വിഷ്ണു. അന്നേരം കട്ടിലിൽ നിന്നും വിഷ്ണു താഴെ വീഴാൻ പോകുന്നു. അയ്യോ എൻ്റെ നടുവേ, ഇനി നീങ്ങിയാൽ ഞാൻ താഴെ വീഴുമെന്ന് വിഷ്ണു പറയുന്നു. അതുകൊണ്ടൊന്ന് പേടിക്കുകയാണ് ശാലിനി. ഞാനിനി വീഴും, അതുകൊണ്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ സൈഡിലോട്ടൊന്ന് കിടന്നോട്ടെ എന്ന് വിഷ്ണു പറയുന്നു. ഇങ്ങനെ കിടന്നാലേ നാളെ രാവിലെ എൻ്റെ ശവം എടുക്കേണ്ടി വരുമെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ഒരു ഷീറ്റ് എടുത്ത് രണ്ടുപേരുടെയും ഇടയ്ക്ക് വെക്കുകയാണ് ശാലിനി. ഇതെന്താന്ന് ചോദിക്കുകയാണ് വിഷ്ണു. ശാലിനി പറയുകയാണ്, ഇതാണ് അതിര്, ഓർമ്മ വേണം. ഓ ഓ എന്ന് പറഞ്ഞ് കിടക്കുകയാണ് വിഷ്ണു. എന്നിട്ട് വിഷ്ണു ശാലിനിക്ക് നേരെ തിരിയുകയാണ്. അന്നേരം ശാലിനി എന്താന്ന് ചോദിക്കുന്നു. അന്നേരം വിഷ്ണു പറയുകയാണ്, അതെ, ഈ മുണ്ടൊക്കെ ഒന്ന് ശരിയാക്കിയിടണ്ടേ, അല്ലെങ്കിൽ വീണ്ടും വല്ല പല്ലിയൊക്കെ വന്ന് കയറിയാലോ. വീണ്ടും ഷീറ്റ് ചൂണ്ടിക്കാണിച്ച് ശാലിനി പറയുകയാണ്, അതെ, ഈ അതിര് വിടരുത്, ഓർമ്മയുണ്ടല്ലോ. അന്നേരം ചിരിച്ച് വിഷ്ണു പറയുകയാണ്, ഞാനായിട്ട് വിടില്ല, ഇനി താനായിട്ട് വിടാതിരുന്നാൽ മതി. എന്താ പറഞ്ഞതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അല്ല, പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണു പറഞ്ഞതുപോലെ ശാലിനി പറഞ്ഞ് കളിയാക്കുകയാണ്. ശാലിനി കണ്ണടച്ച് കിടക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ശാലിനിയുടെ ഷാൾ എടുത്തിട്ട് അയ്യട ശാലിനിയുടെ ഷാൾ എന്ന് പറഞ്ഞ് അതിൽ ഉമ്മ കൊടുക്കാനായിട്ട് പോവുകയാണ്. അന്നേരം കണ്ണ് തുറന്ന് ഷാള് തട്ടിപ്പറിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറയുകയാണ്, അല്ല, നല്ല തണുപ്പല്ലേ പുതയ്ക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ചമ്മിയ മട്ടിൽ അങ്ങ് തിരിഞ്ഞു കിടക്കുന്നു വിഷ്ണു. അതേസമയം തിരിഞ്ഞു കിടന്ന വിഷ്ണു ചുവരിലിരിക്കുന്ന പല്ലിയെ നോക്കി പറയുകയാണ്, എൻ്റെ പൊന്നു പല്ലി, നിനക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയവരെ അനുഗ്രഹിക്കട്ടെ. ഈ വീട്ടിലെ നിന്റെ സാന്നിധ്യത്തിന് അതിലേറെ നന്ദി. അതിനുശേഷം ശാലിനിയെ നോക്കി വിഷ്ണു കരുതുകയാണ്, ഏതായാലും ബെഡ് വരെ എത്തിയില്ലേ, ഇനി പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നല്ലേ. പിന്നെ അങ്ങോട്ട് അതിരൊക്കെ മാറുമെന്ന് ഉറപ്പല്ലേ. പിന്നീട് ഉറങ്ങിയോന്നും പറഞ്ഞ് ശാലിനിക്ക് നേരെ തിരിയുകയാണ് വിഷ്ണു. അന്നേരം കണ്ണ് തുറന്ന് എന്തുവാന്ന് ചോദിക്കുന്നു. ഒന്നുമില്ലാന്നും പറഞ്ഞ് വീണ്ടും തിരിഞ്ഞു കിടക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് രാവിലെ കല്യാണ പന്തലൊക്കെ അലങ്കരിക്കുകയാണ് വിഷ്ണുവും ദാസനും. വിഷ്ണു ദാസനെ വഴക്ക് പറയുകയാണ്, എന്താടാ പെട്ടെന്ന് അങ്ങോട്ട് ആകട്ടെ. പിന്നീട് ജോലിക്കാരോടൊക്കെ പറയുകയാണ്, അവിടെയല്ല ഇവിടെ എന്നൊക്കെ. അന്നേരം ദാസൻ കരുതുകയാണ്, ആശാന് ഉഷാർ കൂടുതലാണല്ലോ, ഏട്ടത്തിയമ്മയെ കാണിക്കാനായിരിക്കും. പിന്നീട് വരുന്നവരെയൊക്കെ സ്വീകരിച്ച് വിശേഷങ്ങളൊക്കെ പറയുകയാണ് വിഷ്ണു. ആളുകളോടൊക്കെ സംസാരിക്കുന്നെങ്കിലും ശാലിനി വിഷ്ണു ഓരോന്ന് പറയുന്നതും ഓരോരുത്തരെ കണ്ട് ചെയ്യിപ്പിക്കുന്നതുമൊക്കെ ഏറ് കണ്ടിട്ട് അങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം വിഷ്ണു കമലിനോടുമൊക്കെ ചൂടാകുകയാണ്, നീ ഇവിടെ പൂവിൻ്റെ ചന്തമൊക്കെ നോക്കിയിരുന്നോ, ഇത്തിരി കഴിയുമ്പോഴേ മണ്ഡപം റെഡിയായില്ലെങ്കിൽ എൻ്റെ ദേഷ്യം വരുമെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയോടും ശാരദാമ്മയോടും വിഷ്ണു ചോദിക്കുകയാണ്, അല്ല, നിങ്ങളിങ്ങനെ നിൽക്കുകയാണോ. അന്നേരം ശാലിനി പറയുകയാണ്, അല്ല, ഞങ്ങൾ പിന്നെ പന്തൽ കെട്ടാനങ്ങായിട്ട് കൂടെ കൂടണോ. ഇയാളല്ലേ വാക്ക് തന്നത്, നേരം വെളുക്കുമ്പോഴേക്കും പന്തലും എല്ലാം റെഡി ആയിരിക്കുമെന്ന്. അതെ, ഞാൻ വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാണ്, നിങ്ങൾ പോയി പെണ്ണിനെ റെഡിയാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കമലിനോട് ദേഷ്യപ്പെടുകയാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ ഓടി നടത്തമം കണ്ട് ശാലിനി പറയുകയാണ്, അതെ, ഒന്ന് നിന്നേ, എന്തുവാന്ന് വിഷ്ണു ചോദിക്കുന്നു. ശാലിനി പറയുകയാണ്, അതെ, ഇതിപ്പോൾ ആരാൻ്റെ പന്തലില് എൻ്റെ കെട്ട് നടത്തും എന്ന പോലെ ആയല്ലോ. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പണി എടുത്തിട്ടില്ലാത്ത ആളാണ് ഓടി നടന്ന് പണിയെടുപ്പിക്കുന്നത്. വിഷ്ണു പറയുകയാണ്, അതെ, ഞാൻ സൂപ്പർവൈസറാണ്, സൂപ്പർവൈസർ ജോലി ചെയ്യിപ്പിക്കുകയേ ഉള്ളൂ. അത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ശാലിനി ചോദിക്കുന്നു. അന്നേരം വിഷ്ണു പറയുകയാണ്, അതെ, ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ നമ്മളിവിടെ ചെയ്യുന്നത്. ശാലിനി തുറിച്ച് തന്നെ നോക്കുന്നത് കണ്ട് വിഷ്ണു പറയുകയാണ്, മറ്റു മനുഷ്യന്മാരെ കണ്ണുരുട്ടി പേടിപ്പിക്കരുതെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടില്ലല്ലോ, എന്നിട്ടും താൻ എന്തിനാ തൻ്റെ ഉണ്ണ കണ്ടുമുരുട്ടി എന്നെ തന്നെ നോക്കുന്നത്. ശാലിനിയോട് സംസാരിക്കുമ്പോഴും വീണ്ടും ജോലിക്കാരെ കൊണ്ട് ജോലികളൊക്കെ ചെയ്യിപ്പിക്കുകയാണ് വിഷ്ണു. വീണ്ടും ശാലിനി പറയുകയാണ്, അതെ, രാവിലെ തന്നെ പുതുപുത്തൻ തമാശ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കല്ലേ. ഇവിടെ കിടന്ന് ഓവർ ആക്ടിങ് കാണിച്ച് ചളമാക്കരുത്. പിന്നെ എൻ്റെ ഭർത്താവായതുകൊണ്ട് എനിക്ക് തന്നെയാണ് നാണക്കേട്. പെട്ടെന്ന് വിഷ്ണു പറയുകയാണ്, ഓക്കെ, ശാലിനി പോയി പന്തൽ റെഡിയാക്കൂ, നിങ്ങൾ പെണ്ണിനെ റെഡിയാക്കടാന്ന് കമലിനോടും പറയുന്നു. മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ജോലിക്കാരോട് അതും ഇതുമൊക്കെ പറയുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീടാണ്. അവിടെ കല്യാണത്തിന് പോകാനായി റെഡിയാവുകയാണ് രാജീവ്. അന്നേരം ഒരുങ്ങിക്കഴിഞ്ഞോ എന്നും പറഞ്ഞ് അമ്മാവൻ വരികയാണ്. അതെന്ന് രാജീവും പറയുന്നു. വിജയലക്ഷ്മി പറയുകയാണ്, ഇവൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും കൂടി ഇങ്ങോട്ടത്തേക്ക് വിളിക്കാമായിരുന്നു. അന്നേരം അമ്മാവൻ പറയുകയാണ്, എന്തിന്, കല്യാണമെന്ന് കേട്ടാൽ തന്നെ വയറ് വാടകയ്ക്കെടുത്ത് വരുന്നവരാണ് ഓരോന്നും.
അവരൊക്കെ വന്നാൽ പിന്നെ പ്രാതൽ കൊടുക്കണം, പിന്നെ ആനയിച്ച് കൊണ്ടുപോകാനുള്ള വണ്ടി വേണം, മൊത്തം ചെലവാണെന്നൊക്കെ അമ്മാവൻ പറയുന്നു. ഇതിപ്പോ അവൻ ഒരുങ്ങി കഴിഞ്ഞില്ലേ, നമുക്ക് അത്രയും ലാഭം. കല്യാണ ദിവസം പിന്നെ ചിലവുകളൊക്കെ നടത്തേണ്ടത് പെൺവീട്ടുകാരാണ്. തുടർന്ന് ഒരുങ്ങി നിൽക്കുന്ന രാജീവിനെ നോക്കി വിജയലക്ഷ്മി പറയുകയാണ്, രാജകുമാരനെ പോലെയുണ്ട് എൻ്റെ മോൻ. അത് കേട്ട് അമ്മാവനും രാജീവും സന്തോഷിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ശാരിക ഒരുക്കുകയാണ്. ശാലിനിയും ശ്യാമയും ശാന്തയും രാജിയും ഒക്കെ ചേർന്ന്. അന്നേരം അവിടേക്ക് വന്ന് ശാരദാമ്മ പറയുകയാണ്, ഇവിടെ പൊട്ടുകുത്തലൊക്കെ നടക്കുന്നേ ഉള്ളൂ, അവിടെ രാജീവ് സാറൊക്കെ ഇറങ്ങിയെന്നും പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കോൾ ഉണ്ടായിരുന്നു. അത് രാജീവ് സാറിന് ഇവിടെ എത്താൻ തിരക്കായത് കൊണ്ടല്ലേ അമ്മയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ചിരിക്കുകയാണ് ശാരിക. അന്നേരം മുറ്റത്തേക്ക് നോക്കി ശാലിനി പറയുകയാണ്, വരനും വധുവുമൊക്കെ എത്തുമ്പോഴേക്കും മണ്ഡപത്തിന്റെ പണിയൊക്കെ തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, മോളെ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, ഒരവസരം നോക്കിയിരിക്കുകയാണ് നീ ആ കുട്ടിയെ കുത്താനായിട്ട്. വിഷ്ണുമോനും കൂട്ടുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ പണിയൊക്കെ ഇത്ര വേഗം തീർന്നത്. ഇപ്പോൾ അമ്മയും മരുമോനും ഒന്നായോന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. അന്നേരം ശാലിനി പറയുകയാണ്, ശാരികേച്ചിയുടെ കല്യാണം മുടങ്ങാൻ കാരണം ആരാണെന്ന് കൂടി അമ്മ മറക്കണ്ട. എല്ലാം മംഗളമായിട്ട് തന്നെ അവസാനിച്ചല്ലോ മോളെ, നീ ദേ ആ കുട്ടിയുമായിട്ടുള്ള പിണക്കമൊന്നും മനസ്സിൽ വച്ചേക്കണ്ട. അന്നേരം ചിരിച്ച് ശാലിനി പറയുകയാണ്, ആ ശാരികേച്ചിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എൻ്റെ ഹൃദയം അത്രയ്ക്ക് കരിങ്കല്ലൊന്നും അല്ല. ഞാൻ വിചാരിച്ച പോലെ ആളത്ര കുഴപ്പക്കാരനൊന്നും അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്നേഹിക്കേണ്ടവരുടെ പട്ടികയിലേക്ക് ഒരു പരിഗണനയിൽ ഇട്ടിരിക്കുകയാണ്. അത് കേട്ട് ചിരിക്കുകയാണ് ശാരദാമ്മയും ശാരികയും ഒക്കെ. പിന്നെ ആളിനോട് ഇതൊന്നും തുറന്നു പറയാനൊന്നും എനിക്ക് വയ്യ, എല്ലാ കാര്യത്തിലും കുറച്ച് ഓവറാണ്, തലയിൽ കയറിയങ്ങ് മേഞ്ഞുകളയും. ഒക്കെ ശരിയാവും മോളെ എന്ന് ശാരദാമ്മ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്, തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ കല്യാണം അങ്ങ് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ വീടിന്റെ ഉമ്മറത്ത് ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് സുസ്മിത. സുസ്മിത പറയുകയാണ്, ഈ രാജേശ്വരി ചേച്ചി ഇതെവിടെ പോയി കിടക്കുന്നു, ഒരു ടൈമിംഗ് ഇല്ലാത്ത സ്ത്രീ. താലികെട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പ്രയോജനമുണ്ടോ? അതേസമയം ഹാളിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന രാഘവൻ നായരുടെ അടുത്തേക്ക് സത്യഭാമ ഓടി വന്ന് പറയുകയാണ്, രാഘവേട്ട, നമ്മുടെ വീടിന്റെ ആധാരം കാണുന്നില്ല. അത് കേട്ട് തിരിഞ്ഞു നോക്കുന്നു സുസ്മിത. രാഘവൻ നായർ പറയുകയാണ്, കാണുന്നില്ലെന്നോ, അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല രാഘവേട്ട, ഞാൻ അലമാര മുഴുവൻ തെരഞ്ഞതാണ്, എങ്ങും കാണുന്നില്ല. അലമാരയിലെ പ്രമാണങ്ങളൊക്കെ ആരോ കുഴച്ചു മറിച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ തെരഞ്ഞത്. ഈ വീടിന്റെ ആധാരം മാത്രമാണ് കാണാതായിട്ടുള്ളത്. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, വേറെന്തെങ്കിലും പോയിട്ടുണ്ടോ, സ്വർണമോ പണമോ മറ്റോ? വേറൊന്നും പോയിട്ടില്ല രാഘവേട്ട, ഇതാരോ തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോയത് പോലെയാണ്. അന്നേരം അകത്തേക്ക് വരികയാണ് സുസ്മിതയും. അന്നേരം രാഘവൻ നായർ ചിന്തിക്കുകയാണ്, അതാരായിപ്പോ സത്യഭാമയുടെ വീടിന്റെ ആധാരം മോഷ്ടിക്കാൻ ഇത്രയ്ക്ക് ധൈര്യം? ആ ചോദ്യം കേട്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്ന രാജേശ്വരി പറയുകയാണ്, അത് ശാലിനിക്കാണ് അത്രയും ധൈര്യമുള്ളത്. അന്നേരം സുസ്മിത കരുതുകയാണ്, ടൈമിംഗ് ഇല്ല എന്ന് പറഞ്ഞത് പിൻവലിച്ചു, നല്ല പെർഫെക്റ്റ് ടൈമിംഗ്. എന്താ രാജേശ്വരി പറഞ്ഞതെന്ന് ഭാമ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, സാറിന്റെ സംശയത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഈ വീടിന്റെ ആധാരം മോഷ്ടിക്കാൻ ധൈര്യമുള്ളത് ആർക്കാണെന്ന്. നിങ്ങളുടെ വീടിന്റെ ആധാരം ഇവിടെ തപ്പിയിട്ട് ഒരു കാര്യവും ഇല്ല സത്യഭാമേ. അതിപ്പോ സ്വർണ്ണക്കട മുതലാളി പോളച്ചന്റെ ലോക്കറിൽ ഭദ്രമായിട്ട് ഉറങ്ങുവാണ്. അത് പണയം വെച്ച് കിട്ടിയ സ്വർണവും പണവുമാണ് ശാലിനിയുടെ ചേച്ചി ശാരികയുടെ കല്യാണ പന്തലിൽ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ആകെ അമ്പരക്കുകയാണ് സത്യഭാമയും രാഘവൻ നായരും. ഒന്ന് ആലോചിച്ച് സത്യഭാമ പറയുകയാണ്, ഏയ് അതിനുള്ള ധൈര്യമൊന്നും ശാലിനിക്കില്ല രാജേശ്വരി. പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ സ്വന്തം മോനെ രായ്ക്കു രാമായണം നിങ്ങളുടെ മൂക്കിൻ തുമ്പിൽ നിന്നും അടിച്ചു മാറ്റി കൊണ്ടുപോയവൾക്കാണോ ഈ വീടിന്റെ ആധാരം മോഷ്ടിക്കാൻ ഇത്ര പ്രയാസം? ഈ വീടിന്റെ അടിക്കല്ലുകൂടി വേണ്ടി വന്നാൽ അവൾ ഇളക്കി വിൽക്കും. ധൈര്യം അവൾക്ക് ചില്ലറയൊന്നുമല്ല. നിങ്ങൾ കാണുന്നതിന് മുമ്പേ കാണാൻ തുടങ്ങിയതാണ് ഞാൻ ശാലിനിയെ. അവൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്നൊക്കെ രാജേശ്വരി പറയുകയാണ് സത്യഭാമയോട്. ഏയ് ശാലിനി അങ്ങനെയൊന്നും എന്ന് രാഘവൻ നായർ പറയുമ്പോൾ ചെയ്യും സാർ എന്ന് പറയുകയാണ് രാജേശ്വരി. തെളിവോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അന്നേരം എന്ത് തെളിവെന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ. അതിനുശേഷം ഫോൺ എടുത്ത് രാജേശ്വരി പറയുകയാണ്, പോളച്ചനെ ഞാനിപ്പോൾ വിളിക്കാം, അയാൾ പറയുമല്ലോ സത്യമാണോ അല്ലയോ എന്നുള്ളത്.
അന്നേരം രാജേശ്വരിയുടെ പക്ഷം പിടിച്ച് സുസ്മിതയും പറയുകയാണ്, അയ്യോ അതാണോ തലേ ദിവസം രാത്രി ശാലിനി ഒരു ആധാരവും നോക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ. തുടർന്ന് പോളച്ചനെ ഫോൺ വിളിച്ച് സത്യഭാമയ്ക്ക് കൊടുക്കുകയാണ് രാജേശ്വരി. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്